ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൊരു ഇൻട്രോ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും തുടർച്ചയായ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും. ഇന്നിപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ റൂം ടൂറൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. ആ ബാക്കിൽ കാണുന്ന ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കലാവിരുദ്ധകളാണ് കേട്ടോ. ഈ റൂം മുഴുവൻ അങ്ങനെയുള്ള കുറേ കലാവിരുദ്ധകളുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെ ഞാനതൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ വന്നു അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓവറായിട്ടൊന്നുമല്ല, കുറച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെയാണ്, UAE-ലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങൾ നാട്ടിൽ കിട്ടും കേട്ടോ, വേറെ കാര്യം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി കാണിച്ചിരുന്നു വിചാരിച്ചു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ്, ഏത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ എന്നെ പണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നില്ല, ആ ഒരു സപ്പോർട്ട് ഇനിയും ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ മേക്കപ്പൊക്കെ ഒന്ന് മാറ്റി അത്യാവശ്യം നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. മീൻസ് കാരണം അത്യാവശ്യം നല്ല കുരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പണ്ടത്തെ വീഡിയോ കണ്ടാൽ അറിയാം ഇങ്ങനെയൊന്നും ഞാനിപ്പം മുഖം ഉണ്ടാപ്പക്കുറവായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് വന്നിട്ട്. നല്ലൊരു ഫേസ് വാഷാണ്. ഞാനിപ്പോൾ ഒരു 1 month ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല പിമ്പിൾസ് ഒന്നും അങ്ങനെ വരുന്നില്ല. കാരണം ഇപ്പോൾ ഭയങ്കര ഫുഡ് ചെയ്തുകൊണ്ട് ഓയിലി ഫുഡും ഭയങ്കരമായിട്ട് കഴിക്കും ഞാൻ. ഭയങ്കര ആക്രാന്തം ഇപ്പോൾ ഫുഡിനോട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസിൽ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. എൻ്റെ ഗൈസിനോട് എന്തെങ്കിലും പറയുണ്ടോ? പറയ്. കുറെ നാളായിട്ട് നിങ്ങളെല്ലാം മിസ് ചെയ്തിരുന്നു ഗൈസ്. ഇപ്പൊ ഞങ്ങൾ തിരുമ്പി വന്നെന്ന് ചൊല്ല്. ഫുഡ് അങ്ങനെ ചക്ക പോപ്പായി ഞാൻ ഫുഡ് കഴിച്ചിട്ട്, മനസ്സിലായോ മനുഷ്യ? അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. അത്യാവശ്യം നല്ല ബ്ലാക്ക് സ്പോട്ട് എവിടെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി ഇടുകയാണ് ഒരു 1 month. ആ ഫുഡൊക്കെ ഒന്ന് ഈ മാസം ഒന്ന് നല്ല കൺട്രോൾ ചെയ്യണം. പക്ഷെ ഇത് കണ്ടില്ലേ, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡ് കഴിക്കാൻ പോയോന്ന്. ഞാനിപ്പോൾ സെറം യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിയാസിനമൈഡിൻ്റെ സെറമാണ് കേട്ടോ. കണ്ടോ, ഇത് കഴിഞ്ഞു, ഓൾമോസ്റ്റ് കഴിഞ്ഞു. പക്ഷെ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ ഒരു സെറൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. കണ്ടോ, കഴിഞ്ഞു. അപ്പോൾ ഒരു 2-3 ഡ്രോപ്സ് അത് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു ഡിഫറൻറ്റ് ഉണ്ട്. ഞാനിതിൻ്റെ ഡീറ്റെയിലിങ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഇങ്ങനെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യാം. ഇത് നല്ലായിരുന്നു. ഇത് ഡാർക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ എൻ്റെ മുഖം കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ 2-3 സ്ഥലത്ത്. പക്ഷെ അപ്പോൾ ഇനി രണ്ടാമത്തെ സെറം വന്നിട്ട് ഒരു കൊറിയൻ സെറാട്ടോ യൂസ് ചെയ്യുന്നത്. ഗ്ലോ ഡീപ്പ് സെറം റൈസിൻ്റെ സംഭവമാണിത്. കൊറിയൻ ആയതുകൊണ്ട് പേരൊന്നും എനിക്കറിയില്ല വായിക്കാൻ. ഓക്കെ, അത് 2 ഡ്രോപ്സ്. ഇത് ഗ്ലോ കിട്ടും. അയ്യോ പോയോ, കുറച്ച് ഗ്ലോ ഒക്കെ ആക്കും നമ്മുടെ ഫേസ്. ഓക്കെ, നന്നായിട്ടൊന്ന് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെറാട്ടോ. കാരണം നല്ലൊരു എന്താ പറയുക, യൂസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ ഫേസ് അടിപൊളിയായിരിക്കും. ഞാൻ എൻ്റെ രീതിയിലാണ് ഞാനിതൊക്കെ യൂസ് ആക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ കുറച്ചായിട്ട് ഒരു 6 മാസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്നെയിലിൻ്റെ ഓൾ ഇൻ വൺ ക്രീം. ഒരു മോയ്സ്ചറൈസറാണ്. കഴിഞ്ഞു കേട്ടോ. കണ്ട ഓൾമോസ്റ്റ് കാലിയായി. അപ്പോൾ അത് കുറച്ചെടുക്കുക. കാരണം കാലിയാവണം നിങ്ങൾ വെച്ചിട്ടാ. ഞാൻ എന്തൊക്കെ തേക്കുന്നു അതൊക്കെ എൻ്റെ ഹസ്ബൻഡിന് വേണം. അതുകൊണ്ട് 2 പേര് യൂസ് ചെയ്യും. ഇപ്പോൾ സൺസ്ക്രീൻ ആയിക്കോട്ടെ, സെറം ആയിക്കോട്ടെ, ഞാൻ എന്ത് യൂസ് ചെയ്താലും എന്തെങ്കിലും ഒന്ന് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിട്ടില്ലല്ലോ, നീ എന്തിനാ അത് തേച്ചത്, എനിക്കത് തേച്ചില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ കഴിയും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഭയങ്കര ഉണ്ടാവും, നല്ല രസം വരും. സംഭവം യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഗ്ലോ സോഫ്റ്റൊക്കെ ആവും ഫേസ്. ഞാൻ എന്നിട്ട് ഡെയിലി സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മുഖം ഇപ്പം ഇങ്ങനെ ഇരിക്കില്ലല്ലോ. ഡെയിലി ചെയ്യാറില്ല. ടൈം കിട്ടുമ്പോൾ ബ്ലീച്ചിങ്ങൊക്കെ വന്നു ഡയറ്റ് എടുക്കണം എന്നും വിചാരിക്കും. പക്ഷെ നടക്കില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സിറം.
ഇത് നിയാസിനിമയുടെ 5% ഉള്ള സെറാണ്. ഇത് നല്ലത് തന്നെയാണ്, എനിക്കിഷ്ടം അത് യൂസ് ചെയ്യാൻ. അതിൻ്റെ മേലക്ക് ഇതൊന്ന് ഡ്രൈ ആയിട്ട് മതി, പക്ഷേ എനിക്ക് സമയമില്ല. 2 ഡ്രോപ്സ് 2 സൈഡിലും ആക്കിയിട്ട് നന്നായിട്ട് ഇത് യൂസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ ഇത് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കുരുവായിട്ട് മാറിയത്. ഇവിടെയൊക്കെ നിറച്ചും വാക്സ് ബോട്ട് തന്നെയായിരുന്നു. ഓക്കെ, കാരണം നന്നായിട്ട് ഓയിലി ഫുഡ് കഴിക്കുക, അതാണ് ഇങ്ങനെ റീൽസിലൊക്കെ കാണിക്കുന്ന പോലെ. ഇനി നെക്സ്റ്റ് ഒരു മിനിറ്റ്, നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ലിപ് ബാം. അത് മോർണിംഗ് ഒക്കെ യൂസ് ചെയ്യാം. SPF 50 ഒക്കെയാണ്. ഞാൻ 2 നേരം യൂസ് ചെയ്യണ സാധനം, എനിക്കിഷ്ടമാണ്. കുറച്ച് കൂടിപ്പോയി. 5 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഡ്രൈ ആവും. ഇനി നമുക്ക് മെയിൻ സാധനം എന്ന് വെച്ചാൽ അണ്ടർ ഐ ക്രീം. അണ്ടർ ഐ ക്രീം കണ്ണിൻ്റെ മുകളിലും അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ ഇങ്ങനെയാണോ യൂസ് ചെയ്യാൻ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ കണ്ണ് മൊത്തം കറുപ്പാണ്, അപ്പോൾ കണ്ണ് മൊത്തം ഞാൻ തേക്കും. ഇതിനൊരു മസാജ് കൊടുക്കാം. പിന്നെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, കണ്ട നോക്കിയേ, ഇവിടെ മാത്രം. ഇപ്പം മുഖത്ത് യൂസ് ചെയ്യണില്ല. അതിപ്പോൾ കണ്ടപ്പോൾ കാണിക്കുകയാണ്. മോർണിംഗിൽ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡബിൾ ചിഹ്നം ഒന്ന് തടിച്ചിട്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ വീഡിയോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓവറായിട്ടൊന്നുമില്ല. കണ്ണൊക്കെ ഉണ്ടോ കറുത്ത്, ഇതിപ്പോൾ ഇതിനെക്കാട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇത് നല്ല പ്രൊഡക്റ്റാണ്. ഇനിയും ഞാൻ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നാളെ വീഡിയോ ഇടാൻ ശ്രമിക്കാം, ഉറപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എന്താണ് മറന്നുപോയി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ്, എന്തൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസാണ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഞാനത് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, ഈ കേളി ചെയ്തത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇതൊന്നും ഇല്ലാണ്ടാണ്, കേളിങ് മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാണ്ട് മോർണിംഗിലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ കേളിങ്ങൊക്കെ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ, നാളെ മറ്റന്നാളൊക്കെ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ബൈ. കണ്ട ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എന്നെ തീറ്റിപ്പോട്ടുന്നത് ഈ മനുഷ്യനാണെന്ന്. അപ്പോൾ കണ്ട ഹോട്ടൽ ഇങ്ങനെയാണ് ഞാൻ തടിച്ച് കൊടുത്ത് ആനക്കുട്ടിയായത് കേട്ടാ.